കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്നായിട്ട് ഞാൻ ഡിക്ലെയർ ആയി പോയി. അതിന്റെ കാരണം എനിക്ക് 113 കേസ് ഇപ്പോഴും ഓടുന്നുണ്ടാവും. ഞാൻ പിന്നെ മുങ്ങി എടുക്കുക. അതുകൊണ്ട് ഇപ്പൊ വർഷങ്ങൾ കഴിഞ്ഞിട്ടു ഇനിയിപ്പോ വല്ല മറ്റേ വന്നിരുന്നിട്ട് ഇത് പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോ നന്നായിട്ട് ജീവിക്കാണ്. ഹസ്ബൻഡ് ആയിട്ട് 2-3 കുട്ടികൾ ഉണ്ടാക്കാനുള്ള പ്ലാനിങ് ആണ്. അതൊക്കെ കഴിഞ്ഞിട്ട് 10 വർഷമായി. നിങ്ങൾ മലയാളി ഹൗസിൽ 18 പേര് തന്നെയായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ബിഗ് ബോസിലേക്ക് വീണ്ടും സീസൺ 8ലേക്ക് നിങ്ങൾക്ക് ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഓടിയെത്തും. എത്തും. ആണോ? അവര് വിളിച്ച പോലെ പിന്നെ അല്ല. ആളുകള് എല്ലാരും പലരും വന്നിട്ട് പുറത്ത് വന്നിട്ട് പല തരത്തിലാണ് പറയുന്നത്. അതായത് അയ്യോ ഇനി ഒരിക്കലും ഞാൻ പോകും. എനിക്ക് ആ സ്പേസ് എന്റെ ഐഡന്റിറ്റി ആ സ്പേസ്. ഞാൻ എത്ര വർഷം വർക്ക് ചെയ്തെങ്കിലും ഞാൻ എന്ത് വലിയ സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞാലും എന്നെ ബിഗ് ബോസിൽ തന്നെയാണ് ആളുകൾ ശ്രദ്ധിച്ച്. ഞാൻ ഇന്ന് ഈ ചെയറിൽ ഇരിക്കുന്നതിന് കാരണം കൂടിയും അതിന്റെ ഒരു 100-ൽ 90% ഞാൻ ഇവിടെ എല്ലാം മുങ്ങിട്ട് ദുബൈക്ക് പോയി എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കാന്ന്. എന്നിട്ട് ഞാൻ മെട്രോ പിടിക്കാൻ വേണ്ടി വേർത്തും കുളിച്ചൊരു ബാഗ് പിടിച്ച് നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് തിങ്കൾ പാലല്ലേ? അല്ല തിങ്കൾ പാലാണ്.